മാർച്ച് മാസത്തിൽ തീരും, രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരും, ജൂൺ 15-ന് തീരും, ഇന്ന് തീരും, നാളെ തീരും എന്നുമൊക്കെ പറയുന്നത് കേട്ട് തലസ്ഥാനവാസികളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഇരുന്നത്. പക്ഷേ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ കാര്യം. കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡാണ് ഇത്. ഒറ്റ റോഡാണ്. ഞാൻ ഈ നിൽക്കുന്ന ഭാഗം കൂടി റോഡിൻ്റെ ഭാഗമാണ്. ഒരു ഭാഗം മാത്രം, ഒരു വശത്ത് മാത്രം ഒരു ലെയർ ടാർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ടാറിങ്ങും നടന്നിട്ടേ ഇല്ല. മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഈ റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു പകുതി പോലും ഓടയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിലെ ഏറ്റവും വിഷമകരമായ കാര്യം. മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ജനങ്ങളാകെ ദുരിതത്തിലാകുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും കുണ്ടും കുഴിയായിട്ട് കിടക്കണം. ആൾക്കാരൊന്ന് വീഴയാണ്. ദയവ് ചെയ്ത് നമ്മളെ കൗൺസിൽ ഇവിടെ നോക്കിയിട്ട് ദയവ് ചെയ്ത് ഇവിടെ വന്ന് നോക്കിയിട്ട് വഴിയിൽ ഇവിടെ കുറച്ച് മണ്ണടിച്ച് തരുക. ഇവിടെ മണ്ണടിച്ചിട്ടുള്ള കുട്ടികൾ സ്കൂളിൽ പോണതാണ്. കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോണതാണ്. ഈ പലവട്ടെന്ന് പറഞ്ഞാൽ ചരക്കടിച്ച് വീഴും. മഴ പെയ്താൽ വെറും ചമ്മലും. അതുകൊണ്ട് ഓണത്തിന് മുമ്പ് റോഡ് റെഡിയായി തരണമെന്ന് ആവശ്യപ്പെടുകയാണ് മേയറിനോടും നമ്മുടെ വാർഡ് കൗൺസിൽ കെ സുരേഷിനോടും. ഇപ്പോൾ ഈ റോഡിൻ്റെ ഭാഗത്ത് തന്നെയുള്ള ചാലയിലേക്ക് പോകുന്ന വഴിയൊക്കെ മഴ പെയ്താൽ ആകെ കുളമാണ്. അവിടെയൊക്കെ സ്മാർട്ട് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡിൻ്റെ പ്രവർത്തനങ്ങളൊന്നും പൂർണ്ണമായി തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം. ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ മഴയൊക്കെ കനക്കുകയാണെങ്കിൽ എന്താകും സ്ഥിതി എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.